ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് ക്ലീനിങ്ങിനെ പറ്റി ഒരുപാട് പേർക്ക് സംശയമുണ്ട്. കാരണം കൃത്യമായിട്ട് എങ്ങനെയാണ് വിൻഷീൽഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ, അഥവാ അത് പ്രോപ്പറായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ പലർക്കും ഡൗട്ടുണ്ട്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. @ജസ്റ്റിൻ ജോസഫ് 7920 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വിൻഷീൽഡ് ക്ലീനിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഇടാമോ? ഗൂഗിളിലൊക്കെ ചെയ്തു ആൻസർ കിട്ടുന്നില്ല. ഹൗ ടു ക്ലീൻ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് അത്രയും വലിയ കാര്യമാണോ എന്ന് പലർക്കും തോന്നുമായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് ശരിക്കും ഒരു വലിയ ഘടകം തന്നെയാണ്. നമ്മുടെ കണ്ണ് പോലെ തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഓടിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുന്നത്. ഞാൻ പലപ്പോഴും പല വാഹനങ്ങളിലും കയറുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് രാത്രി വെട്ടമടിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസിൻ്റെ പോർഷനിലൊക്കെ തുടച്ച പാട്, അതായത് തുണി കൊണ്ട് തുടച്ച പാട് നമ്മൾ പലപ്പോഴും രാത്രി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട്? ജസ്റ്റ് കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കുക. പിന്നെ വരാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിനകത്ത് ഈ മിസ്റ്റ് പിടിക്കുന്ന സമയത്ത്, അതായത് ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുന്ന ആൾക്കാർ കൈ കൊണ്ട് ഇങ്ങനെ തുടയ്ക്കും മിസ്റ്റ് പോകാൻ വേണ്ടി. അങ്ങനെ കൈ കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും അഴുക്കാകട്ടെ, വേർപ്പാകട്ടെ, ചെളിയാകട്ടെ, ഇതെല്ലാം ഈ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഇൻസൈഡ് പോർഷനിൽ പറ്റും. അങ്ങനെ ഔട്ട്സൈഡിലും പ്രശ്നം, ഇൻസൈഡിലും പ്രശ്നം. ഇങ്ങനെ രണ്ട് സൈഡിലും പ്രശ്നം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പലപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്നും ഗ്ലാസ്സിലോട്ട് വെട്ടം അടിക്കുന്ന സമയത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല. അതായത് റോഡ് വിസിബിലിറ്റി എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആക്സിഡൻസ്. അതായത് വഴി കാണാൻ പറ്റാതെ വാഹനം ഓടിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വാഹനത്തിലോട്ട് കൊണ്ടിടിക്കാൻ സാധ്യതയുണ്ട്. ആൾക്കാർ നടന്നു പോയാൽ കാണാതെ വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അന്നേരം നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് തന്നെ ഹെഡ്ലൈറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് എപ്പോഴും നീറ്റായിട്ട് കീപ്പ് ചെയ്യണം. അതിലാദ്യത്തെ കാര്യം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈപ്പർ ബ്ലേഡാണ്. അപ്പോൾ വൈപ്പർ ബ്ലേഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വൈപ്പർ ബ്ലേഡിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ അത് കുറച്ച് വലുതാക്കുക. അതായത് എപ്പോഴും നമ്മൾ ഈ കവറേജ് ഒന്ന് ശ്രദ്ധിക്കുക. ഏതൊരു പോർഷൻ വരെ, അതായത് ഡ്രൈവർ സൈഡിന് കാണാൻ പറ്റുന്ന, വാഹനം ഓടിക്കുന്നൊരു വ്യക്തിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിക്ക് വൈപ്പർ ബ്ലേഡ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടിക്കോണം, കുഴപ്പമില്ല. പക്ഷേ ക്ലീനിങ് ആവുന്നുണ്ടോ എന്നും കൂടെ കൺഫേം ആക്കുക, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാഷേഴ്സ്, ആ വാഷർ ഫ്ലൂയിഡ് ഒരു കാരണവശാലും ഷാമ്പൂ ലിക്വിഡോ സാധാരണ പച്ചവെള്ളമോ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല. എപ്പോഴും ഒരു നല്ല രീതിക്ക് മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് സ്ക്രീൻ വാഷേഴ്സ് തന്നെ യൂസ് ചെയ്യാം. സാധാ വെള്ളം യൂസ് ചെയ്യാതെ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല, അത്രയും പൈസ കൊടുത്ത് മേടിക്കുക. അതായത് 20 രൂപയാണ് 1 ലിറ്റർ വെള്ളത്തിന് വരുന്നത്, ഡിസ്റ്റിൽഡ് വാട്ടറിന് വരുന്ന റേറ്റ്. അത്രയും മേടിച്ച് മുടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണ്ട, സാധാ വെള്ളം ഒഴിച്ചാലും മതി. പക്ഷേ അത് ആഴ്ചയിലൊന്നെങ്കിലും അത് ഫുള്ള് കളഞ്ഞ് വെച്ചും പുതിയ വെള്ളം ഫില്ല് ചെയ്തോണം. ആഴ്ചയിലൊന്ന് കളഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ വെള്ളം കെട്ടി നിന്ന് പായലും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതല്ല. ആഴ്ചയിലൊന്നെങ്കിലും നിങ്ങളത് ക്ലീൻ ചെയ്ത്, അതായത് ഫുള്ള് കളഞ്ഞ് പുതിയത് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചോണം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത്, അതായത് വാഹനം വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലീനിങ് ടൈമിൽ എപ്പോഴും സെപ്പറേറ്റ് ഒരു ക്ലോത്ത്, അതായത് ബോഡി തുടയ്ക്കുന്നതോ ടയർ തുടയ്ക്കുന്നതോ അങ്ങനത്തെ ക്ലോത്ത് അല്ലാതെ ഗ്ലാസുകൾക്ക് വേണ്ടി മാത്രം, അത് വിൻഷീൽഡ് ഗ്ലാസ് മാത്രമല്ല, വാഹനത്തിൻ്റെ എല്ലാ ഗ്ലാസുകൾക്കും സെപ്പറേറ്റ് ഒരു ക്ലോത്ത്, ഈ പറയുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെ ഒരു ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ്സിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ബോഡിയിലുള്ള പൊടി അല്ലെങ്കിൽ ചെറിയ തരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മണ്ണിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ തുടയ്ക്കുമ്പോൾ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീഴും. അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം പ്രത്യക്ഷത്തിൽ തോന്നത്തില്ലെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിൻ്റെ പുറത്ത് കാക്കക്കാഷ്ടോ അങ്ങനെയൊക്കെ വീഴുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ ഉള്ള പോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ എന്തെങ്കിലും ഇതുപോലെയൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡേർട്ടോ ഡസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് എപ്പോഴും നീറ്റായിട്ടിരുന്നോളും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് എപ്പോഴും പക്കയായിരിക്കും. പിന്നെ മിസ്റ്റ് പിടിക്കുന്ന ഒരു പ്രശ്നം, വെള്ളത്തിൻ്റെ വാട്ടർ റിപ്പല്ലൻറ്റിൻ്റെ പ്രശ്നമൊക്കെ പലരും പറയാറുണ്ട്. വാട്ടർ റിപ്പല്ലൻ്റ് നമുക്ക് ഒരുപാട് കെമിക്കൽസ് അവൈലബിൾ ആണ്.
ഞാൻ ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന് ചിലപ്പം പറയാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വൺസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ ഇത് യൂസ് ചെയ്യാതിരിക്കാമെങ്കിലോ ഒരു കുഴപ്പവും വരത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ടും കൂടെ എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക.